സോ നമ്മുടെ നാച്ചുറൽ സയൻസ് സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ്. അതിൽ നമ്മൾ ജനറൽ പാർട്ട് ബാക്കി നമ്മുടെ സബ്ജക്റ്റ് നോക്കുമ്പോൾ 8 മൊഡ്യൂൾ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഓരോ മൊഡ്യൂളിന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പിന്നെ ഇതെല്ലാം ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ടൈം എടുക്കും, അതൊക്കെ ഒന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ സയൻസ് HSTയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 8 മോഡ്യൂളുകളിലായിട്ടാണ് നമ്മുടെ കണ്ടൻറ് ഏരിയ അതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു BSc ബോട്ടണി, BSc സുവോളജിക്ക് പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്ന ഏകദേശം എല്ലാ സബ്ജക്റ്റ് ഏരിയയും നമ്മുടെ 8 മോഡ്യൂളുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൈഡാണ് സിലബസ്. ഇപ്പോൾ നമ്മളൊരു ചുരുങ്ങിയ ഒരു 3-4 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് നമുക്കൊരിക്കലും ഇത്രയും സബ്ജക്റ്റ് ഏരിയ നമുക്കൊരിക്കലും കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ബേസായിട്ട് എന്തായാലും ഒരു +1 +2 ബയോളജിയിലെ ബേസിക് കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് മുകളിൽ ഫർദർ കണ്ടൻറ് ആഡ് ചെയ്ത് നമുക്ക് ഈ സബ്ജക്റ്റ് ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ +1 +2 ബയോളജി ടെക്സ്റ്റ് ബുക്കുകളിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ദെൻ അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ടാക്സോണമി എടുത്തു കഴിഞ്ഞാൽ +1 ലെവലിൽ നമ്മൾ ടാക്സോണമി ജസ്റ്റ് ഫൈലംസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നോൺ കോഡേറ്റിലെ കുറച്ച് ഫൈലംസ് നമ്മൾ പഠിക്കുന്നു, അതുപോലെ കോഡേറ്റിയിലേക്ക് വന്നാൽ നമ്മൾ ആ ക്ലാസ്സസ് മാത്രം പഠിക്കുന്നു. പക്ഷേ നമ്മുടെ സിലബസിലേക്ക് വരുമ്പോൾ ആ ഫൈലത്തിനകത്ത് വരുന്ന ക്ലാസ്സസ്, അതിനകത്ത് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, സ്പെസിമെൻസ് പറയുന്നുണ്ട്, ചിലതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടൻറ് ഏരിയ നമ്മൾ ഡീപ്പായിട്ട് പോകണം. പക്ഷേ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് +1 ആ ആനിമൽ കിങ്ഡം, പ്ലാൻ കിങ്ഡത്തിൻ്റെയൊക്കെ ബേസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ആ ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ കണ്ടൻറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. പക്ഷേ എല്ലാ കണ്ടൻറ്റും നമ്മളങ്ങനെ ഹയർ ലെവലിൽ പോകണം എന്നില്ല. പക്ഷേ ചില കണ്ടൻറ്റ് നമ്മളൊരു ഹയർ സെക്കൻഡറി ലെവലിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾക്കൊരു അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 8 മോഡ്യൂളിലും ബേസിക് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി ലെവൽ നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച ആ ഒരു ലെവലിലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ അവിടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്കത് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നത്. പിന്നെ നമ്മൾക്ക് ഓരോ മോഡ്യൂളിലും നമുക്ക് അത്യാവശ്യം സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ ടാക്സോണമി ഒക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ പ്ലാന്റ് ടാക്സോണമി ആണെങ്കിലും ആനിമൽ ടാക്സോണമി ആണെങ്കിലും അത്യാവശ്യം കണ്ടൻറ്റ് വരുന്ന ഏരിയകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി, ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ചില ഏരിയകളാണ്. അതുപോലെ ബയോടെക്നോളജി പാർട്ട് വരുന്നുണ്ട്, മോളിക്കുലാർ ബയോളജി, സൈറ്റോളജി, അതുപോലെ എൻവയോൺമെൻറ്റൽ ബയോളജി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ ഒരുപാട് ഏരിയകൾ നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഏകദേശം സിലബസിൽ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യുകയും വേണം. ഏകദേശം ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ കവർ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചൊരു റാങ്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നോട്ട് നമ്മൾ വായിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾ ഫിസിയോളജി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, ആനിമൽ ഫിസിയോളജിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് അതിനകത്ത് ന്യൂട്രീഷൻ എന്ന് പറയുന്നതാണ് ആനിമൽ ഫിസിയോളജിയിലെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ ആ ന്യൂട്രീഷൻ്റെ സിലബസ് ആദ്യം നമ്മൾ നോക്കുക. അതായത് ആ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഏരിയയിൽ ഏതെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ ആ ന്യൂട്രീഷൻ വരുന്ന നമ്മുടെ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി ഏരിയയിലെയും ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അത് നിങ്ങൾ ഏറ്റവും നല്ലതൊരു ഹൈസ്കൂൾ ലെവലിൽ നിന്ന് നമ്മൾ നോക്കി വരുന്നതായിരിക്കും നന്നാവുക. 8th 9th 10th നമ്മൾ ഈ പറയുന്ന ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുക. ദെൻ നമ്മൾ +1 +2ലേക്ക് വരിക. അപ്പോൾ നമ്മൾ +1ലാണ് ആനിമൽ ഫിസിയോളജി നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ +1 ആനിമൽ ഫിസിയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ആ ഏരിയ വരുന്നത്. അപ്പോൾ അവിടെ നോക്കിയതിന് ശേഷം നമ്മൾ ആ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് അതിൻ്റെ ഒരു സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ നമ്മുടെ സിലബസിലേക്ക് വരിക. സിലബസിലേക്ക് വന്ന് ഡിഗ്രി ലെവലിലെ ടെക്സ്റ്റ് ബുക്കുകളോ റെഫറൻസ് ബുക്കുകളൊക്കെ നോക്കിയിട്ട് ആ കണ്ടൻറ് ഏരിയ, ഓരോ കണ്ടൻറ് ഏരിയ എടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി ലെവലിലെ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റ്സും അതിനകത്ത് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റെസ്പിറേഷൻ എന്നൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ സിലബസിൽ എല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്, റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഗ്യാസ് ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, ദെൻ നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കേർവ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും ആ റെസ്പിറേഷനിലെ 4 ഏരിയയിൽ നിന്നായിരുന്നു.
അതുകൊണ്ട് ആ സിലബസ് ഏരിയയിൽ പറയുന്ന എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ടാണ് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ 4 ക്വസ്റ്റ്യനും ഓരോ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുന്ന വേണം. ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു നിങ്ങൾ ഉദ്ദേശിച്ച റാങ്കിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല.